വൈകാശീയം. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. ദിവസങ്ങളും മാസങ്ങളും വീണ്ടും കൊടിഞ്ഞുപോയി. കാശിക വയറൊക്കെ ഇപ്പോൾ അത്യാവശ്യമുണ്ട്. കുഞ്ഞനും ദക്ഷ ഇപ്പോൾ വാവ വരാനുള്ള കാത്തിരിപ്പിലാണ്. ഇരുവരും കൂടി കാശിയുടെ ഹോസ്പിറ്റലിലേക്ക് പോക്ക് നിർത്തിവെച്ചിരുന്നു. ഇപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് അച്ഛനും മോനും അവിടെ വാവയോട് സംസാരിക്കണം. കുഞ്ഞിൻ്റെയും ദക്ഷിൻ്റെയും സാമ്യം അറിയുമ്പോഴേക്ക് തന്നെ കാശിയുടെ വായിലുള്ള ആൾ ഉള്ളിൽ കിടന്ന് ഇളകി മറിയാനും ചവിട്ടാനും തുടങ്ങും. 7-ാം മാസം കാശിയുടെ വീട്ടുകാർ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകുന്ന ചടങ്ങ് നടത്തണമെന്ന് പറഞ്ഞുവെങ്കിലും ദക്ഷ അതിനെ പാടെ എതിർത്തു. അതോടെ 7-ാം മാസത്തിൽ എല്ലാവരെയും വിളിച്ചുള്ള ചടങ്ങ് നടത്തിയെങ്കിലും കൂട്ടിക്കൊണ്ടുപോക്ക് തൽക്കാലം വേണ്ടെന്ന് വെച്ചു. കാശിക്ക് ഇപ്പോൾ 9 മാസമായി. കാലെല്ലാം നല്ലവണ്ണം നീരുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ചില രാത്രികളിൽ ഉറക്കം കളഞ്ഞ് കാശിയുടെ കാല് തിരുമ്മി കൊടുക്കലാണ് ഇപ്പോൾ ദക്ഷിന്റെ പണി. അവൾ വേണ്ടെന്ന് പറയുമെങ്കിലും പിന്മാറാൻ അവനും തയ്യാറല്ല. കുഞ്ഞൻ പറയേണ്ട സമയമായതും സിറ്റൗട്ടിൽ പോയിരുന്നു. ആൾക്ക് ഇപ്പോൾ ആനുവൽ പരീക്ഷയാണ്. ഇന്നാണ് ലാസ്റ്റ് എക്സാം. ഇനി 2 മാസം വെക്കേഷനിലാണെന്ന സന്തോഷത്തിലാണ് കുഞ്ഞന്. അമ്മയും ആൻറ്റിയും ഉച്ചമയക്കത്തിലാണ്. പൂപ്പിയും മാക്സും കുഞ്ഞൻ പറയേണ്ട സമയമായതുകൊണ്ട് തന്നെ ഗേറ്റിലേക്ക് നോക്കി സ്റ്റെപ്പിൽ കിടപ്പുണ്ട്. കുറച്ച് കഴിഞ്ഞതും അച്ഛൻ്റെ കാറ് പോസ്റ്റിൽ വന്നു നിന്നതും കാർ നിർത്തേണ്ട താമസം കോടതി വിസയിൽ നിന്നും കുഞ്ഞൻ പുറത്തേക്ക് ചാടി ഇറങ്ങിയിരുന്നു. ഇപ്പം എന്നും രാവിലെ ദക്ഷാണ് കുഞ്ഞിനെ സ്കൂളിലേക്ക് ആക്കി കൊടുക്കുന്നത്. വൈകിട്ട് അച്ഛൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ വിളിച്ചുകൊണ്ട് വരും. അമ്മേ. തന്നെ കണ്ടതും കുഞ്ഞൻ വേഗം തൻ്റെ അടുത്തേക്ക് ഓടി വന്നു. കൂടെ പൂപ്പിയും മാക്സും ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ അമ്മോടിന് എക്സാം? കുഞ്ഞൻ്റെ പുറത്തുള്ള ബാഗ് ഊരി വെച്ചുകൊണ്ട് ചോദിച്ചു. കുഴപ്പമില്ല, സുഖമായിരുന്നു. കുഞ്ഞൻ ചിരിയോടെ പറഞ്ഞത് കേട്ട് ആ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തതും തിരിച്ച് തൻ്റെ കവിളിലൊന്ന് മുത്തി. ഒപ്പം വയറിലൊന്ന് തഴുകി അവൻ്റെ വാപ്പ കുഞ്ഞു മുത്തം നൽകി കുഞ്ഞൻ ബാഗ് തുറന്ന് അതിൽ നിന്നൊരു പൊതിയെടുത്ത് കയ്യിൽ വെച്ച് തന്നു. ഇതെന്താ കുഞ്ഞാ? ഇത് വാടിയാണമ്മേ. അച്ഛൻ്റെ കൂടെ കടയിൽ കയറിയപ്പോൾ വാങ്ങിയതാ. ആണോ? എന്നാ പോയി ഫ്രഷ് ആയി വാ കുഞ്ഞാ, അപ്പോഴേക്ക് ചായ എടുത്തു വെക്കാം. അച്ഛമ്മയും അമ്മൂമ്മയും എവിടെ അമ്മേ? കണ്ടില്ലല്ലോ. അവർ കിടക്കാണ് കുഞ്ഞാ, നീ വന്നത് അറിഞ്ഞു കാണില്ല. താൻ പറഞ്ഞത് കേട്ട് തലയാട്ടിക്കൊണ്ട് കുഞ്ഞൻ വേഗം ഫ്രഷാകാൻ മുകളിലേക്ക് കയറിപ്പോയി. അച്ഛനെ ചായ എടുക്കട്ടെ? കിച്ചണിലേക്ക് നടക്കുന്നതിനിടയിൽ കാർ പാർക്ക് ചെയ്ത് വരുന്ന അച്ഛനോടായി ചോദിച്ചു. ഇപ്പം വേണ്ട മോളെ, ഞാനൊന്ന് ഫ്രഷ് ആകട്ടെ, എന്നിട്ട് കുടിക്കാം. അത് പറഞ്ഞ് അച്ഛൻ റൂമിലേക്ക് പോയതും കിച്ചണിൽ പോയി സ്റ്റവ് ഓണാക്കി ചായക്ക് വെള്ളം വെച്ച് അപ്പോഴേക്കും അമ്മയും ഹേമാനിയും കൂടെ വന്നതും തന്നെ അവർ അവിടെ നിന്ന് ഒഴിച്ചു വിട്ടതും കഴിക്കാനുള്ള സ്നാക്സ് എല്ലാം പാത്രത്തിലാക്കി വെച്ച് കൊടുത്തു. അച്ഛനും കുഞ്ഞനും ഫ്രഷായി വന്നതും എല്ലാവരും ഒപ്പേരുന്ന് ചായ കുടിച്ചു. ദക്ഷ വരാൻ നീ സമയമെടുക്കും. അതേ മതി ടി വി കണ്ടത്, വാ കിടക്കാൻ പോകാം. രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ടി വി കാണുമ്പോഴാണ് ദക്ഷ അതും പറഞ്ഞു വന്ന് ടി വി ഓഫ് ചെയ്തത്. നല്ലൊരു സിനിമയായിരുന്നു. ദക്ഷിണെ നോക്കി ചുണ്ടു കൂർപ്പിച്ച് പറഞ്ഞു. ഇത്രയൊക്കെ കണ്ടാൽ മതി. ഇങ്ങോട്ട് വാ കാശി. കുഞ്ഞാ വന്നേ, മതി. തന്നോടായി അതും പറഞ്ഞ് തറയിൽ പൂപ്പിക്കും മാക്സിനൊപ്പം കളിച്ചിരിക്കുന്ന കുഞ്ഞിനെയും വിളിച്ചതും കുഞ്ഞൻ ഓടി വന്ന് ദക്ഷിന്റെ മുതുകിൽ കയറി കഴുത്തിലൂടെ കൈ ചുറ്റി അവന്റെ പുറത്ത് തലവെച്ച് കിടന്നതും ദക്ഷി ചിരിയോടെ തൻ്റെ കൈയും പിടിച്ച് റൂമിലേക്ക് നടന്നു. അച്ചോ. സ്റ്റെയറിൻ്റെ അടുത്തെത്തിയതും കുഞ്ഞൻ ദക്ഷിനെ വിളിച്ചു. എന്തട കണ്ണ? അമ്മയായിരിക്കും അച്ചോ. വേണ്ട, ഞാൻ നടന്നോളാം. കുഞ്ഞൻ ദക്ഷിനോട് പറഞ്ഞത് കേട്ട് വേണ്ടെന്ന രീതിയിൽ അതും പറഞ്ഞ് മുന്നോട്ട് നടന്നതും ദക്ഷ തന്നെ കൈകളിൽ കോരിയെടുത്തിരുന്നു. ദക്ഷ് എന്നെ താഴെ ഇറക്ക്. അടങ്ങി കിടക്കുക കാശി. അവൻ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞതും പിന്നെ കുതിരാതെ അടങ്ങിക്കിടന്നു. റൂമിലെത്തിയതും ദക്ഷ തന്നെ ബെഡിലിരുത്തി അരികിലായി ഇരുന്നതും കുഞ്ഞനും അവനും അടിയിൽ ഇടം പിടിച്ചിരുന്നു. അച്ഛയുടെ ബാബച്ചിയെ. ദക്ഷ കാശിയുടെ വയറിൽ കൈവച്ച് കുഞ്ഞിനെ കുശുമ്പ് കയറ്റാൻ വേണ്ടി പറഞ്ഞു. എന്റെ ബാവയാണ്, ഞാൻ അച്ഛയുടെ എത്തിട്ട് അവനെ പറഞ്ഞു. ദക്ഷ വിളിച്ചത് ഇഷ്ടപ്പെടാതെ കുഞ്ഞൻ വീർത്ത മുഖത്തോടെ പറഞ്ഞു. എന്റെ കൂടി ബാവയാണ്. കുഞ്ഞന്റെ വീർത്ത മുഖം കണ്ട് ദക്ഷ പൊട്ടി വന്ന ചിരിയടക്കി. അല്ലല്ലോ അമ്മേ, എന്റെ ഭാവിയല്ലേ? ദക്ഷ പറഞ്ഞത് കേട്ട് പരിഭവത്തിൽ കുഞ്ഞൻ മുഖമുയർത്തി തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ആൾക്ക് ഇഷ്ടല്ല അവന്റെ ഭാവയെ വേറെ ആരും അവരുടേതാന്ന് പറയുന്നത്. ആരായാലും കുഞ്ഞന്റെ ഭാവ അങ്ങനെ പറയുന്നതാണ് അമ്പൂട്ടിന് ഇഷ്ടം. അല്ലട്ടോ, എൻ്റെ അമ്പൂട്ടിന്റെ ഭാവ തന്നെയാണ്. കുഞ്ഞന്റെ കവിളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് താൻ പറഞ്ഞതും കുഞ്ഞനിപ്പോ എങ്ങനെയുണ്ടെന്ന ഭാവത്തിൽ ദക്ഷിണ നോക്കി. എന്റെ ഭാവയാണ്. തൻ്റെ വയറിൽ ചുണ്ടുകൾ ചേർത്ത് കുഞ്ഞൻ ദക്ഷിണോടായി പറഞ്ഞു. അച്ഛയുടെ കണ്ണന്റെ ഭാവ തന്നെയാണ്. കുഞ്ഞന്റെ മുഖഭാവം കണ്ട് ദക്ഷ ചിരിയോട് ആ വീർത്തിരിക്കുന്ന ഉണ്ടക്കവിളിൽ ചുംബിച്ച് മീശയിട്ട് ഉരച്ചുകൊണ്ട് പറഞ്ഞതും ഇക്കിളിയെത്തതും അതുവരെയുള്ള കുഞ്ഞന്റെ പിണക്ക് എങ്ങോട്ടോ പോയി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങിയിരുന്നു.
പിന്നെ അങ്ങോട്ട് രണ്ടുപേരും ഭാവയോട് സംസാരിക്കുന്ന തിരക്കിലായിരുന്നു. ചിരിയോടെ രണ്ടുപേരുടെയും സംസാരം കേട്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നട്ടലിലൂടെ ഒരു വേദന വന്ന അടിവയറ്റിലേക്ക് തറച്ചത്. ആദ്യം അത് കാര്യമാക്കിയില്ലെങ്കിലും വേദന കാഠിന്യമായതും വയറിൽ അമർത്തി പിടിച്ച് വേദന സഹിക്ക വയ്യാതെ ഒച്ച വെച്ച് പോയിരുന്നു. ലേബർ റൂമിന് മുന്നിൽ നിൽക്കുമ്പോൾ ദക്ഷിണ ടെൻഷൻ കൊണ്ട് തന്റെ ഹൃദയം ഇപ്പോൾ പൊട്ടിപ്പോകുമെന്ന് തോന്നി. പെയിൻ വന്ന് 1 മണിക്കൂറായി കാശിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ട്. കാശിയുടെ വീട്ടുകാരും അജുവും എല്ലാവരും ഇപ്പോൾ ഇവിടെ ഉണ്ട്. ദക്ഷിന്റെ കണ്ണുകൾ ഹരിയേച്ചന്റെ അടുത്തായി കണ്ണു നിറച്ചിരിക്കുന്ന അമ്പാടിയിൽ പതിഞ്ഞതും അവൻ വേഗം കുഞ്ഞിനടുത്തേക്ക് പോയിരുന്നു. കുഞ്ഞാ, ദക്ഷ കുഞ്ഞന്റെ തലയിൽ തലോടിക്കൊണ്ട് വിളിച്ചു. അച്ചോ, അമ്മ. കുഞ്ഞൻ ദക്ഷനെ കെട്ടിപ്പിടിച്ച് വിരുമ്പിക്കൊണ്ട് പറഞ്ഞു. എന്തിനാണ് അച്ചയുടെ കണ്ണ് സങ്കടപ്പെടുന്നത്? അമ്മ വാവയും കൊണ്ട് വേഗം വരൂടാ, പേടിക്കണ്ട. കുഞ്ഞന്റെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് ദക്ഷ പറഞ്ഞതും കുഞ്ഞൻ അവനെ മുറുകെ പിടിച്ച് ചേർന്നിരുന്നതും ദക്ഷും കുഞ്ഞിനോട് നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. എല്ലാവർക്കും സമയം ഒഴിച്ചു കഴിയുന്ന പോലെയാണ് പോകുന്നതെന്ന് തോന്നി. അങ്ങനെ കുറച്ചു നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ലേബർ റൂമിന്റെ വാതിൽ തുറന്നു. ഒരു നേഴ്സ് വന്ന് കാശി പ്രസവിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ആശ്വാസമായത്. ഒപ്പം പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞതും ദക്ഷിണും കുഞ്ഞിനും ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞതും കയ്യിൽ കുഞ്ഞിപ്പെണ്ണിനെയും കൊണ്ട് നേഴ്സ് പുറത്തേക്ക് വന്നു. കാശി. നേഴ്സിന്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിയതിനിടയിൽ ദക്ഷി ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല. ചിരിയോടതും പറഞ്ഞവർ ഉള്ളിലേക്ക് പോയതും ദക്ഷിൺ നിറകണ്ണുകളോടെ തന്റെ കയ്യിൽ കിടക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ നോക്കി ആ കുഞ്ഞിന്റെ തീയിൽ ചുണ്ടുകൾ ചേർത്തു. ഒരു നിമിഷം അവന് താൻ ആദ്യമായി ഇതുപോലെ നെഞ്ചുപൊട്ടുന്ന വേദനയോടെ കുഞ്ഞിനെ ഏറ്റുവാങ്ങിയത് ഓർമ്മ വന്നതും കണ്ണുകൾ ഇറുകിയടിച്ചു. പിന്നെ കയ്യിലുള്ള കുഞ്ഞിപ്പെണ്ണിനെ അമ്പൂട്ടിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തതും കുഞ്ഞൻ വേഗം കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അച്ഛയുടെ കണ്ണന്റെ ഭാവയായത്. കണ്ണുകൾ വിടർത്തി തന്റെ കയ്യിലുള്ള ഇളമ്പിങ് നിറത്തിലുള്ള ടർക്കിയിൽ പൊതിഞ്ഞ പഞ്ഞിക്കെട്ട് പോലുള്ള കുഞ്ഞിനെ നോക്കുന്ന കുഞ്ഞിനോടായി ദക്ഷ വാത്സല്യത്തോടെ പറഞ്ഞതും കുഞ്ഞൻ നിറഞ്ഞ ചിരിയാലെ ദക്ഷിണെ നോക്കി. പിന്നെ കുഞ്ഞിനെ വീഴാതെ മുറുകെ പിടിച്ച് സന്തോഷത്തോടെ ആ കുഞ്ഞുനെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തതും കുഞ്ഞിപ്പെണ്ണ് തന്റെ ഏട്ടന്റെ സാമീപ്യം അറിഞ്ഞതുപോലെ കുഞ്ഞി കണ്ണുകൾ തുറന്നു. അച്ചച്ച, അച്ചമ്മേ, അമ്മൂമ്മേ, അജുപ്പ, മാമേ, എല്ലാരും കണ്ടെന്റെ ഭാവേ. കുഞ്ഞിപ്പെണ്ണ് തന്നെ നോക്കിയത് കൂടി കണ്ടതും കുഞ്ഞൻ സന്തോഷത്തോടെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് പറഞ്ഞു. കുഞ്ഞിന്റെ സന്തോഷം കണ്ടതും എല്ലാവരുടെ മുഖത്ത് നിറഞ്ഞ് ചിരി വിരിഞ്ഞു. പിന്നെ എല്ലാവരും കുഞ്ഞിപ്പെണ്ണിനെ മാറി മാറി എടുത്തു. കുറച്ചു കഴിഞ്ഞ് നേഴ്സ് വന്ന് കുഞ്ഞിനെ തിരികെ വാങ്ങി പോയതും കുഞ്ഞൻ ചുണ്ടു കൂർപ്പിച്ച് ദക്ഷിണെ നോക്കിയതും ദക്ഷ ചിരിയോടെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു. കുറച്ചു സമയം കഴിഞ്ഞതും കാശിയെയും കുഞ്ഞിനെയും റൂമിലേക്ക് മാറ്റിയിരുന്നു. ദക്ഷും കുഞ്ഞിനും റൂമിലേക്ക് വരുമ്പോൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും സീറ്റ്സ് കൊടുത്തു കഴിഞ്ഞോടാ. അവരെ കണ്ടതും ഹരിയേച്ചൻ ചിരിച്ചുകൊണ്ട് കുഞ്ഞിനോട് ചോദിച്ചതും കുഞ്ഞൻ ചിരിയോടെ തലയാട്ടി ദക്ഷിന്റെ കയ്യും പിടിച്ച് കാശിയുടെ അടുത്തേക്ക് നടന്നതും എല്ലാവരും ഓരോ കാരണങ്ങൾ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അമ്മേ. കുഞ്ഞന്റെ വിളി കേട്ടിട്ടും കാശി ഇരുവരെയും നോക്കാതെ മുഖം വീർപ്പിച്ച് കിടന്നതും കുഞ്ഞൻ ചുണ്ടുള്ളത് ദക്ഷിണെ നോക്കിയതും ദക്ഷ കുഞ്ഞിനെ നോക്കി ഒന്നുമില്ലെന്ന രീതിയിൽ കണ്ണു കാണിച്ചു. അമ്മേ. കാശി, പോയിക്കോ രണ്ടുപേരും, എന്നോട് മിണ്ടാൻ വരണ്ട. ഇപ്പോഴല്ലേ നിങ്ങൾക്ക് രണ്ടുപേർക്കും എൻ്റെ അടുത്തേക്ക് വരാൻ സമയം കിട്ടിയത്. ഇപ്പൊ എന്നെ വേണ്ടല്ലേ. എന്റെ കാശി, കൊച്ചു പിള്ളേരൊക്കെ കഷ്ടമുള്ള നിന്റെ കാര്യം. പരിഭവത്തിൽ കാശി പറഞ്ഞത് കേട്ട് ദക്ഷ ചിരിയോടെ പറഞ്ഞതും കാശി ദക്ഷിണെ കൂർപ്പിച്ച് നോക്കുകയല്ലാതെ ഒന്നും പറഞ്ഞില്ല. അമ്മ സോറി, പെണങ്ങല്ലേ. ഞങ്ങൾ ബാവ വന്നുകൊണ്ട് എല്ലാവർക്കും മിഠായി വാങ്ങിക്കൊടുക്കാൻ പോയതാണ് അമ്മേ. ദേ അമ്മക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കുഞ്ഞൻ കാശിയുടെ കവളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് പോക്കയിൽ നിന്ന് മിഠായി പൊതിയെടുത്ത് കാശിക്ക് കൊടുത്തു. അമ്മക്ക് വേണ്ട, എൻ്റെ അമ്പൂട്ടൻ കഴിച്ചോ. കാശി ചിരിയോടെ കുഞ്ഞന്റെ കവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അത് കണ്ടതും ദക്ഷ അവളെ കൂർപ്പിച്ച് നോക്കിയതും കാശി അവനെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചതും ദക്ഷിന്റെ ചുണ്ടിലും ഒരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു. കുറച്ച് കഴിഞ്ഞതും കുഞ്ഞിപ്പെണ്ണ് വലിയ വായിൽ കരച്ചിൽ തുടങ്ങിയതും കാശി എണീക്കാൻ നോക്കിയത് സ്റ്റിച്ചിന്റെ വേദന കാരണം അവളുടെ മുഖം ചുളിഞ്ഞതും അവളുടെ വേദന മനസ്സിലായതുപോലെ ദക്ഷ അവളെ എണീപ്പിച്ചിരിക്കാൻ സഹായിച്ചു. അപ്പോഴേക്കും കുഞ്ഞിപ്പെണ്ണിന്റെ വലിയ വായുള്ള കരച്ചിൽ കേട്ട് കുഞ്ഞൻ പതിയെ കുഞ്ഞിപ്പെണ്ണിനെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചതും കൈച്ചൂട് തട്ടിയപ്പോഴേക്കും ആളുടെ കരച്ചിലെല്ലാം മാറി കുഞ്ഞിന്റെ കയ്യിൽ കിടന്ന് വീണ്ടും ഉറങ്ങാൻ തുടങ്ങി. അത് കണ്ടതും കുഞ്ഞൻ കുഞ്ഞിനെ കാശിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. 3-ാം ദിവസമാണ് കാശിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തത്. കാശിയുടെ വീട്ടുകാരുടെ ആഗ്രഹപ്രകാരം കാശിയെയും കുഞ്ഞിപ്പെണ്ണിനെയും അവളുടെ വീട്ടിലേക്കായിരുന്നു കൊണ്ടുപോയത്. ദക്ഷിണും കുഞ്ഞിനും കാശിയെയും കുഞ്ഞിനെയും മമ്പാട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് താല്പര്യമെങ്കിലും പിന്നെ എതിരായിട്ടൊന്നും പറഞ്ഞില്ല. നിങ്ങൾ വരുന്നില്ലേ? കാശിയെയും കുഞ്ഞിനെയും അവളുടെ വീട്ടിലാക്കി ലക്ഷ്മിയും ഹരിയും ഇറങ്ങാൻ നേരം ഹരി ദക്ഷിണോടായി ചോദിച്ചു. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് വരാച്ചാ. ദക്ഷ പറഞ്ഞതും പിന്നെ അവരൊന്നും പറയാതെ അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങിയിരുന്നു. ഷോ കാണാൻ ഇത്രയുള്ളെങ്കിലും
വാ തുറന്ന എന്തൊരു ശബ്ദമാണ്. വിച്ചു ദക്ഷിന്റെ കയ്യിൽ കിടന്ന് കരയുന്ന കുഞ്ഞിനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും ദക്ഷിന്റെ അടുത്തായിരിക്കുന്ന കുഞ്ഞൻ വിച്ചുവിനെ കൂർപ്പിച്ച് നോക്കി. മാമ, ഇതെന്റെ കുഞ്ഞിയ, ഇനി ഇങ്ങനെ പറയത്, അവക്ക് വിഷമിട്ടാവും കരയുന്നത്. വിച്ചു പറഞ്ഞത് ഇഷ്ടപ്പെടാതെ മുഖം വീർപ്പിച്ചുകൊണ്ട് കുഞ്ഞൻ പറഞ്ഞതും കുഞ്ഞന്റെ ഭാവവും പറച്ചിലുമെല്ലാം കണ്ട് അവിടെയുള്ളവരുടെയൊക്കെ ചുണ്ടിൽ പുഞ്ചിരി നിറഞ്ഞു. അയ്യോ, അറിയാതെ പറഞ്ഞതാണ്, ഇനി നിന്റെ ഭാവയൊന്നും പറയില്ല ഞാൻ. കുഞ്ഞന്റെ മുഖഭാവം കണ്ട് വിച്ചു പറഞ്ഞതും കുഞ്ഞൻ വിച്ചുവിനെ നോക്കി തറപ്പിച്ച് മൂളി കുഞ്ഞിപ്പെണ്ണിന്റെ ചുരുട്ടി വെച്ച കൈക്കുള്ളിൽ വാത്സല്യത്തോടെ ചുംബിച്ചു. കാശി, ഞങ്ങൾ ഇറങ്ങാം, വാ കുഞ്ഞ, പോകാം. കുറച്ചു കഴിഞ്ഞതും ദക്ഷി കാശി കിടക്കുന്ന റൂമിലേക്ക് വന്നുകൊണ്ട് അതും പറഞ്ഞ് കുഞ്ഞനെ വിളിച്ചതും കുഞ്ഞൻ തന്റെ കയ്യിലുള്ള കുഞ്ഞിപ്പെണ്ണിന്റെ കവളിൽ ചുംബിച്ച് പതിയെ ബേബി ബെഡിലേക്ക് കിടത്തി വാടിയ മുഖത്തോടെ ഇരിക്കുന്ന കാശിയുടെ അരികിലേക്ക് പോയി. ഓട്ടമ്മേ, നാളെ വരാറ്റോ. കുഞ്ഞൻ കാശിയുടെ കവളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ കുഞ്ഞിനെ ഇറുകപ്പെടുന്ന തിരിച്ച് ചുംബിച്ചു. അവൾക്ക് കുഞ്ഞിനോട് പോകണ്ടെന്ന് പറയാൻ തോന്നിയെങ്കിലും ഇത്രയും വലുതായിട്ടും ദക്ഷില്ലാതെ നിൽക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് നിർബന്ധിക്കാൻ പോയില്ല. നല്ല കുട്ടിയായിട്ട് ഇരിക്കണം കേട്ടോ. പൂപ്പയുടെയും മാക്സിന്റെയും കൂടെ കൂടി കൂറുമ്പൊന്ന് കാണിച്ച അച്ചമ്മയും ഹേമാന്റെയും ചുറ്റിക്കരുത്. കുഞ്ഞന്റെ നെറുകയിൽ തലോടി കാശി പറഞ്ഞതും കുഞ്ഞൻ അനുസരണയോടെ തലയാട്ടി. കാശി ചിരിയോടെ ആ കുഞ്ഞു നെറ്റിയിൽ ചുംബിച്ചു. കുഞ്ഞാ, മുത്തശ്ശനോട് മുത്തശ്ശിയോട് യാത്ര പറഞ്ഞിട്ട് വാ. ശരി അച്ചോ. ദക്ഷി പറയേണ്ട താമസം കുഞ്ഞിന് അതും പറഞ്ഞ് പുറത്തേക്ക് ഓടിയിരുന്നു. പോയിട്ട് വരാൻ കാശി. ദക്ഷി കാശിയുടെ അടുത്ത് വന്നിരുന്ന് അവളുടെ കൈ പിടിച്ചുകൊണ്ട് ദക്ഷി പറഞ്ഞു. ഞാൻ പോകണ്ടെന്ന് പറഞ്ഞാൽ പോകാതിരിക്കില്ലല്ലോ. കാശി പറഞ്ഞത് കേട്ട് ദക്ഷി ചിരിച്ചുകൊണ്ട് അവളുടെ നെറുകയിൽ മുത്തി. ഇനി നിന്നാ ഇരുട്ടാകും, ഞങ്ങൾ ഇറങ്ങാം. അത് പറഞ്ഞ് ദക്ഷി കുഞ്ഞിപ്പെണ്ണിന്റെ കവിളിലൊന്ന് ചുംബിച്ചു. ഒപ്പം കാശിയുടെ കവിളിൽ ചുണ്ടു ചേർത്ത് പുറത്തേക്ക് നടന്നു. ദക്ഷും കുഞ്ഞനും പോയതും കാശിക്ക് വല്ലാത്ത സങ്കടം തോന്നി. ആദ്യമായാണ് കുഞ്ഞിനില്ലാതെ നിൽക്കുന്നത്. ഹോസ്പിറ്റലിൽ നിന്നപ്പോഴും കുഞ്ഞൻ വീട്ടിൽ പോകാൻ മടിച്ച് ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു നിന്നത്. കുഞ്ഞിപ്പെണ്ണിന്റെ കരച്ചിൽ കിടന്നും കാശും വിരികൾ അമർത്തി തുടച്ച് ബേബി ബെഡിൽ കിടന്ന് കരയുന്ന കുഞ്ഞിനെ വാരിയെടുത്തു. അച്ചോടാ, എന്തിനാ അമ്മയുടെ കുഞ്ഞ് കരയുന്നേ? എടുത്തിട്ടും കുഞ്ഞ് കരച്ചിൽ മാറ്റി നിന്നിട്ട് കണ്ടതും കാശി പതിയെ കുഞ്ഞിനെ കയ്യിലിട്ട് ആട്ടിക്കൊണ്ട് ചോദിച്ചതും കുഞ്ഞിപ്പെണ്ണ് കരച്ചിൽ നിർത്തി വിശന്നിട്ടെന്ന പോലെ ചുണ്ടു നുണിയാൻ തുടങ്ങിയതും കാശി ചിരിയോടെ ആ കുഞ്ഞി കവളിൽ ചുംബിച്ചിട്ടിരുന്ന നൈറ്റിയുടെ സിബ് താഴ്ത്തി കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തു. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. കുഞ്ഞിനിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് രാവിലെ ദക്ഷി ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കുഞ്ഞിനെ കാശിയുടെ അടുത്താക്കും. കൂടെ പൂപ്പിയും മാക്സും ഉണ്ടാകും. വൈകിട്ട് ദക്ഷി ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ തിരിച്ച് കൊണ്ടുപോകും. തിരിച്ചു പോകുമ്പോളം കുഞ്ഞിപ്പെണ്ണിനെയും എടുത്തുകൊണ്ട് നടക്കലാണ് കുഞ്ഞിന്റെ മെയിൻ പണി. ഇടയ്ക്ക് വിച്ചു കുഞ്ഞിനെ കുശുമ്പ് കയറ്റാൻ കുഞ്ഞിനെ മാമന്റെ കുഞ്ഞിയെന്ന് വിളിക്കും. അത് കേൾക്കുമ്പോൾ കുഞ്ഞന്റെ മുഖം കുട്ടിക്കലം പോലെ വീർക്കും. ആൾക്ക് ഇഷ്ടമല്ല അവന്റെ കുഞ്ഞിയെ മറ്റാരും അങ്ങനെ കുഞ്ഞിന്ന് വിളിക്കുന്നത്. കുഞ്ഞിപ്പെണ്ണുണ്ടായിട്ടും ഇപ്പോഴും എല്ലാവരുടെയും മനസ്സിലും ഒരു പിടി സ്നേഹം കൂടുതൽ കുഞ്ഞിനോട് തന്നെയാണ്. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ പകലും നല്ല കരച്ചിലാണ്. രാത്രിയായ ഒരാളെയും ഉറങ്ങാൻ സമ്മതിക്കാതെ വീണ്ടും കരച്ചിൽ തുടങ്ങും. എന്നാലും കുഞ്ഞന്റെ കയ്യിൽ ആള് നല്ല കുട്ടിയാണ്. എത്ര നേരം വേണമെങ്കിലും കുഞ്ഞന്റെ സംസാരം കേട്ട ആൾ കിടക്കും. വിശക്കുമ്പോൾ മാത്രം കാശിയെ കിട്ടിയാൽ മതി. ഇതൊക്കെ കാണുമ്പോൾ കാശിക്ക് ചെറുതായി കുശുമ്പ് കുത്തും. ഇടയ്ക്ക് ഇപ്പം നിനക്കെന്നെ വേണ്ടല്ലെന്ന് പറഞ്ഞ് കുഞ്ഞിനോട് പിണങ്ങിയിരിക്കും. പക്ഷെ കുഞ്ഞന്റെ മുഖം വാടുന്നത് കാണുമ്പോൾ കാശിയുടെ പിണക്കൊക്കെ പമ്പ് കിടക്കും. ഇന്നാണ് കുഞ്ഞിപ്പെണ്ണിന്റെ 28 ചടങ്ങ്. അമ്പാടി വീട്ടിൽ നിന്ന് രാവിലെ തന്നെ എല്ലാവരും വന്നിട്ടുണ്ട്. കൂടെ നന്ദുവും പാച്ചുവും അവൻ്റെ അമ്മയും അച്ഛനും അജുവും ഉണ്ട്. അമ്മവും അച്ചൂട്ടനും 2 ദിവസം മുമ്പ് തന്നെ അവിടെ ഹാജർ വെച്ചിട്ടുണ്ട്. ഡാർക്ക് ഗ്രീൻ കളർ കസവ് വരുന്ന സെറ്റ് സാരിയും അതിന് മാച്ചായ ബ്ലൗസുമായിരുന്നു കാശിയുടെ വേഷം. മുടി അഴിച്ചിട്ട് മുല്ലപ്പൂ ചൂടിയും കണ്ണുകൾ കടുപ്പിച്ചെഴുതി സീമന്തരേഖയിൽ കട്ടിയിൽ സിന്ദൂരവും ചാർത്തി സുന്ദരിയായി വരുന്ന കാശിയെ കണ്ടതും ദക്ഷിന്റെ കണ്ണുകൾ അവളിൽ ഉടക്കി നിന്നു. അജുവിന്റെ ആക്കിച്ചുമ കേട്ടതും ദക്ഷ അവളിൽ നിന്ന് കഷ്ടപ്പെട്ട് കണ്ണുകൾ വലിച്ചെടുത്ത്. എന്നിട്ട് അജുവിനെ നോക്കി എന്താന്ന് പുരുക്കമൊരു ചോദിച്ചതും ആജു ഒന്നുമില്ലെന്ന രീതിയിൽ ചുമൽ കൂച്ചി. കാശി വന്ന് നിലത്ത് പായിലിരിക്കുന്ന ദക്ഷിന്റെ വലതുഭാഗത്തിരുന്ന് അവളുടെ അടുത്തായി കുഞ്ഞിനെ പിടിച്ചിരുത്തി. ഡാർക്ക് ഗ്രീൻ കളർ ഷർട്ടും കസവും മുണ്ടുമാണ് ദേശിന്റെയും കുഞ്ഞിന്റെയും വേഷം. അതുപോലുള്ള ഗ്രീൻ കസവും ചേർന്ന കുഞ്ഞിക്കോട്ടനുടുപ്പാണ് കുഞ്ഞിപ്പെണ്ണിനും. കാശിയുടെ അമ്മ രാധികം നിലവിളക്ക് കത്തിച്ച് മുന്നിൽ വെച്ചതും ലക്ഷ്മി അമ്മ അവിടെ കയ്യിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിപ്പെണ്ണിനെ ദക്ഷിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അരിയച്ചന് കൊടുത്ത കറുത്ത ചരട് ദക്ഷി കുഞ്ഞിപ്പെണ്ണിന്റെ അരയിൽ കെട്ടി ഒപ്പം ഒരു പൊന്നരഞ്ഞാണവും ഇട്ടുകൊടുത്തു. പേര് വിളിക്കാൻ പറഞ്ഞത് ദക്ഷി കാശിയെയും കുഞ്ഞിനെയും നോക്കി. ഇരുവരും ആകാംക്ഷയോടെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ട് ദക്ഷ അവിടെ നോക്കി കണ്ണു ചെമ്മി ചിരിച്ചു. അഗ്നിനേത്ര. ദക്ഷി 3 വട്ടം കുഞ്ഞിപ്പെണ്ണിന്റെ ചെവിയിൽ പേര് വിളിച്ചു. അഗ്നിനേത്ര ദേവാചാര്യ. ദക്ഷി കുഞ്ഞിപ്പെണ്ണിനിട്ട പേര് കേട്ട് എല്ലാവരുടെയും മിടികൾ വിടർന്നു. ഒപ്പം വിളിക്കാൻ അനു എന്ന പേരും ദക്ഷിട്ടു.
പേരിടൽ കഴിഞ്ഞതും എല്ലാവരും കുഞ്ഞിപ്പെട്ടിന് സ്വർണ്ണൊക്കെ ഇട്ടുകൊടുത്തു. വിശക്കാൻ തുടങ്ങിയതും കുഞ്ഞിപ്പെട്ട് വലിയ വായിൽ കരയാൻ തുടങ്ങിയതും കാശി കുഞ്ഞിനെയും എടുത്ത് റൂമിലേക്ക് പോയി. പാലുകൂടി കഴിഞ്ഞ് കുഞ്ഞിപ്പെണ്ണ് ബെഡിൽ കിടന്ന് കൈകളിട്ട് അടിച്ച് കുഞ്ഞിനെ നോക്കി ശബ്ദമുണ്ടാക്കാൻ തുടങ്ങിയതും കുഞ്ഞൻ കുഞ്ഞിപ്പെണ്ണിനെ കൊഞ്ചിച്ചുകൊണ്ട് തന്നെ കുഞ്ഞിപ്പെണ്ണിന് പൊട്ടും പുരുകവും എഴുതി കൊടുത്തു. കുഞ്ഞാ, അമ്മ ഡ്രസ്സ് മാറ്റി വരാവേ. കുഞ്ഞനെ നോക്കിക്കൊണ്ട് അതും പറഞ്ഞ് കാശി ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറിപ്പോയതും കുഞ്ഞൻ അനുവിനെ എടുത്ത് പുറത്തേക്ക് നടന്നു. ചെറുക്ക, നീ എന്തിനാ എപ്പോഴും ഈ കൊച്ചിനെടുത്ത് നടക്കുന്നത്? കുഞ്ഞൻ അന്നുവിനെ എടുത്തുകൊണ്ട് നടക്കുന്നത് ഇഷ്ടപ്പെടാതെ പാച്ചുവിന്റെ അമ്മ സേതുലക്ഷ്മി പറഞ്ഞു. ഇത് എന്റെ ഭാവിയാനി. സേതുലക്ഷ്മി പറഞ്ഞത് ഇഷ്ടപ്പെടാതെ കുഞ്ഞൻ പറഞ്ഞു, ഞങ്ങളുടെ കൊച്ചി ഏത് വകയിലാടാ നിന്റെ ഭാവിയാകുന്നത്? ഞാൻ പറഞ്ഞല്ലോ, നിന്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയി, ഇവരൊന്നും നിന്റെ ആരുമല്ലെന്ന്. കുഞ്ഞനോട് സേതുലക്ഷ്മി ദേഷ്യത്തിൽ പറഞ്ഞു കഴിഞ്ഞതും മുഖമുയർത്തി നോക്കിയതും കുഞ്ഞിന്റെ പിറകിലായി ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകിയ മുഖവുമായിട്ട് നിൽക്കുന്ന ദക്ഷിണെ കണ്ട് സേതു പേടിയോട് ഉമനീരിറക്കി.